നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ ഡാനിയ സന്തോഷ്. പ്രധാന വാർത്തകൾ. തലശ്ശേരി റെയിൽവേ പാതയെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അന്തിമമായ തീരുമാനം എടുത്തിട്ടില്ല. തലശ്ശേരി മൈസൂർ റെയിൽവേ പാത യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം തുടരുമെന്ന് ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വിദ്യാഭ്യാസ മേഖലയിൽ CPM പാർട്ടി അജണ്ട നടപ്പാക്കുകയാണെന്നും മുല്ലപ്പള്ളി. ഇരിട്ടിപ്പുഴയിൽ കാണാതായ 3ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് നേരമ്പോക്കിലെ പ്രഭാകരന്റെ മകൻ പ്രണവ്. ശ്രീകണ്ഠാപുരത്തെ ആക്രമണം, 25 മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ കേസ്, 2 പേരെ കസ്റ്റഡിയിലെടുത്തു. വാർത്തകൾ വിശദമായി. തലശ്ശേരി മൈസൂർ റെയിൽവേ പാത യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം തുടരുമെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച് അടുത്ത ദിവസം റെയിൽവേ സഹമന്ത്രി E. അഹമ്മദുമായി ചർച്ച നടത്തും. പാത യാഥാർത്ഥ്യമാക്കുക എന്നത് തന്റെ സ്വപ്നമാണെന്നും മട്ടന്നൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ മന്ത്രി പറഞ്ഞു. തലശ്ശേരി റെയിൽവേ പാതയെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അന്തിമമായ തീരുമാനം എടുത്തിട്ടില്ല. മറ്റന്നാൾ നമ്മുടെ ബഹുമാനപ്പെട്ട റെയിൽവേ വകുപ്പ് മന്ത്രി ഞാൻ കാണുന്നുണ്ട്. അദ്ദേഹമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് പല വട്ടങ്ങളിൽ ചർച്ച നടത്തിയാണ്. വീണ്ടും ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തും. 1984 ലോക്സഭയിൽ ആദ്യമായിട്ട് ഞാൻ MP ആയി പോയ സന്ദർഭത്തിൽ ആദ്യമായി ലോക്സഭയിൽ പങ്കെടുത്ത ചർച്ച റെയിൽവേ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു. അന്ന് തൊട്ട് നിരന്തരമായിട്ട് ഇത്തരമൊരു റെയിൽവേ ലൈൻ യാഥാർത്ഥ്യമാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വളരെ ശക്തമായ സമ്മർദ്ദം ഗവൺമെന്റ് ചെലുത്തിയ ഒരാളെന്ന രൂപത്തിൽ അത് യാഥാർത്ഥ്യമായി കാണുന്നതിൽ ആരെക്കാളും സന്തോഷവാനാണ് ഞാനെന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഇരിട്ടിപ്പുഴയിൽ കാണാതായ 3ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. നേരമ്പോക്കിലെ K. പ്രഭാകരന്റെ മകൻ പ്രണവാണ് മരിച്ചത്. 8 വയസ്സായിരുന്നു. ഇരിട്ടി മാപ്പിള LP സ്കൂൾ വിദ്യാർത്ഥിയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് കാണാതായ പ്രണവിന്റെ മൃതദേഹം ശനിയാഴ്ച ഉച്ചയോടെ ഇരിട്ടി പാലത്തിന് സമീപം തെരച്ചിലിൽ കണ്ടെത്തുകയായിരുന്നു. നേരമ്പോക്കിലെ K. പ്രഭാകരൻ മാധവി ദമ്പതികളുടെ മകൻ പ്രണവാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് പുഴയിൽ കുളിക്കാനിറങ്ങിയ പ്രണവ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ പുഴയരികിൽ ചെരുപ്പും വസ്ത്രങ്ങളും കണ്ടതിനെ തുടർന്ന് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ ഉച്ചയോടെ ഇരിട്ടി പാലത്തിന് സമീപം പുഴയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി. പ്രവിത, പ്രശോഭ് എന്നിവർ സഹോദരങ്ങളാണ്. വിദ്യാഭ്യാസ മേഖലയിൽ CPM പാർട്ടി അജണ്ട നടപ്പാക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ വികലമായ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നും മട്ടന്നൂരിൽ GSTU ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് വികലമായ ഒരുപാട് പരിഷ്കാരങ്ങളിലൂടെയാണ് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്തെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് സുഹൃത്താണ് വർഷക്കാലമായി അതുമായിട്ട് ഒരു വിദ്യാർത്ഥി ജീവിതകാലത്ത് എനിക്ക് അടുത്ത് ബന്ധമുണ്ടെന്നുകൊണ്ട് ഒരു ഭാവനാ സമ്പന്നനായ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് അദ്ദേഹം മാറുന്ന പ്രത്യാശ എനിക്കുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് നിരാശരാക്കിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേവലം ചട്ടുകമായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയായി അദ്ദേഹം ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് സഹകരിക്കാൻ മാത്രമേ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സ്വതന്ത്രമായി വിദ്യാഭ്യാസ രംഗത്ത് CPM പാർട്ടി അജണ്ട നടപ്പാക്കുകയാണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഒരു കാലത്ത് IAS, IPS, IFSകാർ ധാരാളമുണ്ടായിരുന്ന കേരളത്തിൽ അവരുടെ എണ്ണം കുറഞ്ഞു വരുന്നത് വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മൂല്യച്യുതിയാണ് വിളിച്ചോതുന്നത്. കേരളത്തിൽ IT രംഗത്തുണ്ടായ തളർച്ച വിദ്യാഭ്യാസ നിലവാരത്തിന്റെ തളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി കൈവരിച്ചെങ്കിലും ലോകത്തെ നിരക്ഷരർ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് ഇന്ത്യ. കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ഏറ്റവും അധികം മോട്ടിവേഷൻ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിരുന്നത് തന്നെ ഞാൻ വെക്കുന്നതായിട്ടില്ല. നമ്മുടെ IT രംഗത്ത് മാത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നാം മൂല്യച്യുതിയുടെ ചിത്രം നല്ല തെളിവോടുകൂടി നമ്മുടെ മനസ്സിലെടുത്ത് നടന്നു വരുമെന്നാണ് എനിക്ക് പറയുന്നത്. IT രംഗത്ത് മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ചില സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ നടത്തിയിട്ടുള്ള പഠനങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണമേ എന്നാണ് അധ്യാപകർ പറയുന്നത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അധ്യാപകരുടെ ശമ്പള പരിഷ്കരണത്തിന് മുറവിളി കൂട്ടുന്ന LDF എന്തുകൊണ്ടാണ് ഇപ്പോൾ മിണ്ടാത്തതെന്ന് വ്യക്തമാക്കണമെന്നും മുല്ലപ്പള്ളി ആവശ്യപ്പെട്ടു. സമ്മേളനത്തിൽ DCC വൈസ് പ്രസിഡന്റ് KP പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ജയശശി മുഖ്യപ്രഭാഷണം നടത്തി. N. തമ്പാൻ, കൈനി ബാലകൃഷ്ണൻ, K. വേലായുധൻ, AP ഫൽഗുണൻ, KP പ്രസാദ് എന്നിവർ സംസാരിച്ചു. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് ശ്രീകണ്ഠാപുരത്തുണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ട് 25 മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് CPMന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. വെള്ളിയാഴ്ച വൈകിട്ട് ശ്രീകണ്ഠാപുരം ടൗണിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്ന വിദ്യാർത്ഥികളെ ഒരു സംഘം ആക്രമിച്ചിരുന്നു.
പരിക്കേറ്റ 5 SFI പ്രവർത്തകരെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലും 2 MSF പ്രവർത്തകരെ തളിപ്പറമ്പ് ലൂർദ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അക്രമത്തിൽ പരിക്കേറ്റ SFI ശ്രീകണ്ഠാപുരം ജോയിന്റ് സെക്രട്ടറി IV ജുനൈസിന്റെ പരാതി പ്രകാരം 25 മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പോലീസിന് നേരെയും കയ്യേറ്റം നടന്നിരുന്നു. അക്രമം ക്യാമറയിൽ പകർത്താൻ ശ്രമിച്ച ഫോട്ടോഗ്രാഫർമാരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച ശ്രീകണ്ഠാപുരത്ത് സ്റ്റുഡിയോകൾ അടച്ചിട്ട് പ്രതിഷേധ ദിനം ആചരിച്ചു. നിർദ്ദിഷ്ട മട്ടന്നൂർ മണ്ണൂർ കടവ് പാലത്തിന്റെ തറക്കല്ലിടൽ അടുത്ത മാസം 1-ന് പൊതുമരാമത്ത് മന്ത്രി PJ ജോസഫ് നിർവഹിക്കും. മലബാർ പാക്കേജിൽ ഉൾപ്പെടുത്തി 10.5 കോടി രൂപ ചെലവിലാണ് പാലം നിർമ്മിക്കുന്നത്. KK ശൈലജ MLA മട്ടന്നൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മണ്ണൂർ കടവിലൊരു പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. KT കുഞ്ഞഹമ്മദ് MLAയും AD മുസ്തഫ MLAയുടെ എല്ലാം കാലത്ത് ഈ പാലത്തിനു വേണ്ടി ജനങ്ങൾ ആവശ്യപ്പെടുകയും അതിന്റെ ചില പ്രാരംഭ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തതാണ്. മട്ടന്നൂർ മണ്ണൂർ മേഖലകളുടെ സമഗ്ര വികസനത്തിന് വഴിതെളിക്കുന്ന മണ്ണൂർ കടവ് പാലം മലബാർ പാക്കേജിൽ ഉൾപ്പെടുത്തി 10.5 കോടി രൂപ എസ്റ്റിമേറ്റിലാണ് നിർമ്മിക്കുന്നത്. ഇരുവരികളായി നിർമ്മിക്കുന്ന പാലം 1.5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും MLA പറഞ്ഞു. പഴശ്ശി പദ്ധതിയിലേക്കുള്ള 19ാം മൈൽ റോഡിന് 7,90,00,000 രൂപയും മട്ടന്നൂർ ശിവപുരം തോലമ്പ്ര പേരാവൂർ റോഡ് വീതി കൂട്ടി ടാർ ചെയ്യാൻ 7 കോടി രൂപയും അനുവദിച്ചതായി MLA പറഞ്ഞു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മണത്തണ വില്ലേജ് സമ്മേളനം CPM ഏരിയ കമ്മിറ്റി അംഗം K ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മലയോരത്ത് അന്യം നിന്നു പോയ കപ്പ കൃഷിയും കപ്പവാട്ടും തിരിച്ചുകൊണ്ടുവന്ന് പഞ്ഞമാസങ്ങളിലേക്ക് കരുതി വയ്ക്കാൻ തയ്യാറെടുക്കുകയാണ് കൊട്ടിയൂരിലെ V1 സ്വാശ്രയ സംഘം. 1.5 ഏക്കർ സ്ഥലത്ത് 4000 ചുവട് കപ്പയാണ് 13 അംഗ സംഘം കൃഷി ചെയ്ത് വിളവെടുത്തിരിക്കുന്നത്. 40 ക്വിന്റൽ കപ്പയാണ് ഇവർ വാട്ടി ഉണക്കുന്നത്. സംഘത്തിലെ കുടുംബങ്ങൾക്ക് മഴക്കാലത്ത് വാട്ടുകപ്പ ഉപയോഗിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് സംഘാംഗങ്ങൾ പറയുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നമ്മൾ 5000-ഓളം ജൈവ കൃഷിയുടെ ചേന കൃഷി ഉണ്ടായിരുന്നു. പിന്നീട് വാഴ ഒരു 2000-ഓളം വാഴ കൃഷി നടത്തിയിരുന്നു. ഇപ്പോൾ ഒരു 1.5 ഏക്കറോളം സ്ഥലത്ത് കപ്പ കൃഷി ഈ വർഷം പുതുതായിട്ട് ആരംഭിച്ചതാണ്. കപ്പവാട്ടിന് OT തോമസ്, ജോസ് മണ്ണാർക്കുന്നേൽ, EJ ബേബി, തങ്കച്ചൻ മാക്കിയിൽ എന്നീ സംഘാംഗങ്ങൾ നേതൃത്വം നൽകി. കണിച്ചാർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര പുനഃപ്രതിഷ്ഠയുടെയും തൈപ്പൂയ മഹോത്സവത്തിന്റെയും ഭാഗമായി സാമൂഹിക സൗഹാർദ്ദ സമ്മേളനം നടന്നു. P ജയരാജൻ MLA ഉദ്ഘാടനം ചെയ്തു. KK ശൈലജ MLA അധ്യക്ഷത വഹിച്ചു. നമ്മുടെ കേരളത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥ വളരെയധികം മാറ്റപ്പെട്ടത് ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വം ഇല്ലാതാക്കാൻ വേണ്ടി കഴിഞ്ഞത്. തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരുദേവൻ മുഖ്യമായ പങ്ക് വഹിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. സാമൂഹിക സൗഹാർദ്ദ സമ്മേളനത്തിൽ CR വിജയൻ അധ്യക്ഷത വഹിച്ചു. PC രാമകൃഷ്ണൻ, ഹരിദാസൻ ചോടത്ത്, വർഗീസ് ജോസഫ്, KM ജോർജ്, പൗലോസ് കൊല്ലുവേലിൽ, MV മത്തായി, PR ചന്ദ്രമതി, PK ഓമന, CT അനീഷ്, MS വാസുദേവൻ, V അമ്പൂട്ടി, MN ശിവരാജൻ, MV രാജൻ എന്നിവർ സംസാരിച്ചു. ശനിയാഴ്ച രാത്രി കാവടി താലപ്പൊലി ആഘോഷയാത്ര നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തലശ്ശേരി റെയിൽവേ പാതയെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അന്തിമമായ തീരുമാനം എടുത്തിട്ടില്ല. തലശ്ശേരി മൈസൂർ റെയിൽവേ പാത യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം തുടരുമെന്ന് ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വിദ്യാഭ്യാസ മേഖലയിൽ CPM പാർട്ടി അജണ്ട നടപ്പാക്കുകയാണെന്നും മുല്ലപ്പള്ളി. ഇരട്ടിപ്പുഴയിൽ കാണാതായ 3ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് നേരമ്പോക്കിലെ പ്രഭാകരന്റെ മകൻ പ്രണവ്. ശ്രീകണ്ഠാപുരത്തെ ആക്രമണം 25 മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ കേസ്. 2 പേരെ കസ്റ്റഡിയിലെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. ഇനി എഡിറ്റോറിയൽ വോയിസ്. നമസ്കാരം.